എന്നോട് പറഞ്ഞ വാക്കല്ലേ വരുതെന്ന് വിചാരിച്ചിട്ട് മരിച്ചു കിടക്കണ അച്ഛൻ്റെ വായിൽ ഞാൻ ഇങ്ങനെ വിരലിട്ട് നോക്കി. മരിച്ചു കിടക്കണ ആളുടെ അണ്ണാക്കലാടാ വിരലിടുന്നു. കഴുത എഴുന്നേറ്റ് പോടാ അവിടുന്ന് അമ്മാവന്മാര്. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആലോചിച്ച് നോക്കിയാൽ ശരിയല്ലേ? മരിച്ചു കിടക്കുന്ന ആളുടെ വായിൽ വിരലിടാൻ പാടുണ്ടോ? ഇതൊന്നും അല്ലല്ലോ ജി നമ്മളോട് പറഞ്ഞ വർത്താനോ. ഇന്ന് ഇവിടെ വന്ന പല്ല് ഞമ്മക്ക് തരും, കടം വിട്ടെന്ന് പറഞ്ഞല്ലേ ജി? അതെ, പല്ലിന് വേണ്ടി ഞാൻ നോക്കി. പല്ലടേ ഞാനിപ്പോ കുഴി പോയി തോണ്ടണോ? അത് അവ ചവക്കുഴി തോണ്ടതൊക്കെ. പിന്നെ അല്ലാണ്ട് പൈസ എന്റെ കയ്യിലില്ല, അത് ഞാൻ ഉണ്ടാവുമ്പോ തരാം. സത്യശീല 5000 10,000 അല്ല, ഉറുപ്പ്യ 1 ലക്ഷമാണ് എനിക്ക് നമ്മൾ എണ്ണി തന്നത്. പലിശ അടക്കം 1.5 ലക്ഷം ഉറുപ്പ്യ നമുക്ക് തരാണ്ട്. അതെ മൊയ്തോ, ഇല്ലാഞ്ഞിട്ടല്ലേ? അല്ലെങ്കിൽ ഈ എന്ത് മനുഷ്യനാണ്ടോ? അച്ഛന്റെ വായിൽ സ്വർണ്ണപ്പല്ലം കണ്ടിട്ട് കടം വീട്ടാൻ നടക്കല് ഉൾപ്പെട്ട എനിക്ക്. അതുക്കപ്പുറം മൊയ്തോ, നാട്ടുകാർ കേൾക്കില്ലേ? ആ നാട്ടുകാർ കേൾക്കട്ടെ, ഇല്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ. എന്താ നിങ്ങളുടെ കാശ് ഇന്ന് നല്ലത് നാളെ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. അത് ഇന്ന് മയ്യത്തയ്യോ, ഞമ്മക്ക് ഇന്ന് വേണം നമ്മളെ കായ്. പൈസ സത്യേട്ടാ, നമുക്ക് അച്ഛന്റെ പല്ല് കിട്ടിയില്ല എന്നുള്ളത് സത്യം. പക്ഷെ അതിലും വലിയ നിധി തന്നിട്ട് അച്ഛൻ പോയത്. സത്യേട്ടാ, അച്ഛൻ 10 ലക്ഷം രൂപ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്. അതിന്റെ നോമിനി ആരാന്ന് അറിയാമോ? എന്റെ സത്യേട്ടൻ. ഞാനോ? ആ അതെ, നോക്ക്, 10 ലക്ഷം രൂപ. നമ്മുടെ രക്ഷപ്പെട്ടില്ലേ? ശരിയാണല്ലോ. സത്യശീല ലോട്ടറി അടിച്ചല്ലടോ. 10 ലക്ഷം ഉറുപ്പ്യല്ലേ കൈമേല് വന്നേ? 10 ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കയ്യിൽ വെച്ചോ കേട്ടോ. അല്ല, 1.5 ലക്ഷം ഉറുപ്പ്യ ഇപ്പൊ എനിക്ക് തന്നാലും ബാക്കി 8.5 ലക്ഷം കൈമേലല്ലേ ഈ എന്താ കാട്ടാൻ പോണേ? ഞാക്ക് ഇഷ്ടമുള്ളത് കാട്ടിടോ. നാണം വേണോ മനുഷ്യനാണെങ്കിൽ? നാണം വേണം. ഇയൊക്കെ ഒരു മനുഷ്യനാണോ? ഏരപ്പാളി. 1 ലക്ഷം ഉറുപ്പ്യക്ക് എന്തൊക്കെ വർത്തനം എന്നെ പറഞ്ഞെന്നറിയോ? അത് മുഴുവൻ കേട്ടിട്ട് ഞാൻ ഇവിടെ നിന്നു. കായിന്റെ കാര്യമായതുകൊണ്ട് കായിന്റെ കാര്യം തന്നെ പറയണേ. അന്റെ ബാപ്പ തേങ്ങാക്കള്ള അബൂബക്കർ എന്റെ വീട്ടിൽ വന്ന് തേങ്ങ കട്ടിട്ട് അച്ഛൻ പിടിച്ച് അടിച്ചതിന്റെ പാട് ഇപ്പോഴും എന്റെ ബാപ്പയുടെ മുതലത്തുണ്ടാവും. പോയി നോക്കണ കാണണമെങ്കിൽ. സത്യശീല മെല്ലെ ആൾക്കാർ കേൾക്കൂ. കേട്ടോ, തേങ്ങാക്കള്ള അബൂബക്കറിന്റെ മകൻ മൊയ്തു. സംഭവം ഒക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ കായ് കൈമേൽ വന്നില്ലേ? കായ് വന്നത് തരണേ ഞാൻ തീരുമാനിക്കും. തരണോ? എനിക്ക് സൗകര്യം തരും. ഓക്കെ ഓക്കെ. അല്ല 10 ലക്ഷം ഉറുപ്പ്യാണിത്. ഈ 10 ലക്ഷം ഉറുപ്പ്യയില് എന്റെ 1.5 മനുഷ്യൻ 2 ഞാൻ തരും. സത്യമായിട്ട് നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഇല്ലേ? ഈ കച്ചറ ഇടപാടൊക്കെ അങ്ങ് തീർക്ക്. ശരി, ബാങ്ക് പോവല്ലേ? പിന്നല്ലാതെ. എന്റെ കൂടെ നിന്റെ പൈസ അവിടെ തരാം. 1.5 ലക്ഷം ഉറുപ്പ്യയുടെ ഇടപാട്. അല്ല, 2 നേരത്തെ നേരത്തെ 2 എപ്പോ? 2 തരാന്ന് നേരത്തെ. അത് ഞാൻ ആ വയസ്സിൽ പറഞ്ഞതാ. സത്യമായിട്ട് ടാക്സി വിളിച്ച് പോയാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കുറച്ചില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അത്രേ ഉള്ളൂ. ടാക്സിയോ? അഹങ്കാരം അയക്കണല്ലോ. മാല, വള, കമ്മല്, മോതിരം. ഞാനൊരു കലക്ക്